ഹലോ ഗൈസ്, ഇത് ഇടിയപ്പത്തിന് പണ്ട് മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മാവ് കുഴയ്ക്കാറുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് ഞാൻ പണ്ടേ കാണാറുള്ളത്, വീട്ടിലൊക്കെ കാണാറുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ രീതിയിലൊക്കെ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതോടുകൂടി അത് എല്ലായിടത്തും എല്ലാവരും കണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൈഫ് കഴിഞ്ഞ ദിവസം ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ്. അപ്പോൾ ഈ മാവിൽ ഇത് പൊടിയിൽ വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് അതിനെ ഇതുപോലെ അടുപ്പത്ത് വെച്ച് ഇളക്കി അതിങ്ങനെ ഒരു കുറുകിയ പരുവത്തിലാക്കി പിന്നെ അതിനിങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇടിയപ്പത്തിന് ഭയങ്കര സോഫ്റ്റൊക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ഒക്കെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഓക്കെ, ഒടുക്കം ഇതുപോലെ ആവും. അത് വെള്ളം പറ്റിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കും. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് കൈ കൊണ്ട് കുഴയ്ക്കൊന്നും വേണ്ട.